Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് റെഡ്മിൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് 5G ഡിവൈസായ റെഡ്മി 12 5G ആണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് റെഡ്മി 12 4Gൻ്റെ അൺബോക്സിംഗ് ചെയ്യേണ്ടായി. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടായി ഇത് എന്തുകൊണ്ടാണ് 5G ഡിവൈസ് അല്ലാത്തതെന്നുള്ളത്. അപ്പോൾ റെഡ്മി 12 4G ഡിവൈസ് കുറേ കൂടെ അഫോർഡബിൾ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ റെഡ്മി 12ൻ്റെ 5G വേരിയൻറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡ്മി 12 5Gൻ്റെ ബോക്സ് അയച്ചു തന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി റിവ്യൂസ് ബോക്സ് ഇത് ആക്ച്വലി റീറ്റെയിൽ ബോക്സ് അല്ല. അപ്പോൾ വലിയൊരു ബോക്സിനകത്ത് റെഡ്മി 12 5G നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഡിവൈസിൻ്റെ വളരെ പ്രത്യേകത ഉണ്ട്, അതിൻ്റെ പ്രോസസ്സറാണ്. ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ റെഡ്മി 12 5Gൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ബോക്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. റെഡ്മി 12 5G എന്ന് എഴുതിയാണ്. ഇതൊന്ന് തുറക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു മെസ്സേജ് കാണാം. റെഡ്മി 12 5G വിൽ സെറ്റ് ന്യൂ ബെഞ്ച് മാർക്സ് ഫോർ പെർഫോമൻസ്, കണക്ടിവിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഗ്ലോബൽ ഡെബ്യൂ ആണ്, അതായത് ഇത് വേൾഡിൽ തന്നെ ഫസ്റ്റ് ലോഞ്ചാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിവൈസസ് ഷോമി ഇന്ത്യൻ സ്പെസിഫിക് ലോഞ്ച് നടത്തിയിരുന്നു. ഇത് ആക്ച്വലി ഒരു ഗ്ലോബൽ ഡിവൈസ് തന്നെയാണ്, പക്ഷേ ഇത് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യണമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾക്കാണ് ഇത് ടെസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാനുള്ള അവസരം ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് ഗ്ലോബൽ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ റെഡ്മി 12 5G ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈൻ. അപ്പം നമ്മൾ റെഡ്മി 12 4Gയിൽ കണ്ട അതേ ഗ്ലാസ് ഡിസൈൻ നമ്മൾ ഒരുപാട് പേര് പറയേണ്ട ഈ ബാക്ക് പാനൽ വളരെ ഭംഗിയുള്ള ഒരു ബാക്ക് പാനലാണ്, നല്ലൊരു സ്റ്റൈലിഷ് പ്രീമിയം ലുക്സ് ഉണ്ട്. അതേ ലുക്സ് തന്നെയാണ് റെഡ്മി 12 5Gയിലും കൂടെ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിവിടെ റെഡ്മി 12 5Gൻ്റെ ബോക്സ് കാണാം. അപ്പോൾ ഞാനതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് റെഡ്മി 12 5Gൻ്റെ ബോക്സ്. അപ്പോൾ നേരത്തെ അതേ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പെക്സ് നോക്കാം. ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. കാരണം എന്താ വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ജൂണിലാണ് ലോഞ്ച് ചെയ്തത്. ഈ ജൂണിൽ, അതായത് കഴിഞ്ഞ മാസമാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 4 സീരീസ്, അതായത് ബഡ്ജറ്റ് സ്നാപ്ഡ്രാഗൺ ഡിവൈസിൽ ആദ്യമായിട്ടാണ് 4 നാനോമീറ്റർ മാനുഫാക്ചറിങ് പ്രോസസ്സ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ 8 സ്നാപ്ഡ്രാഗൺ 4 Gen 1 5 നാനോമീറ്റർ ചിപ്പായിരുന്നു. ഇത് 4 നാനോമീറ്റർ ചിപ്പ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 5 നാനോമീറ്റർ 4 നാനോമീറ്ററിൽ എന്താ ഡിഫറൻസ് ചോദിച്ചാൽ, കുറേ കൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും, അതേപോലെ കുറച്ചും കൂടെ പവർഫുൾ ആണ് ഈ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്പ്. Gen 1നേക്കാളും Gen 1 വെച്ച് ഇറങ്ങിയ ഒരു ഡിവൈസ് ആണ് റെഡ്മി നോട്ട് 12 5G. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും തോന്നുന്നു, നമ്മൾ ആ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ റെഡ്മി 12 5Gയിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 വളരെ പവർഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം, വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാം. പക്ഷേ ഇതിനകത്ത് വരുന്നത് ഫുൾ HD ഡോട്ട് ഡിസ്പ്ലേ ആണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്, ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ 50 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറ, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററി, UFS 2.2 സ്റ്റോറേജ്, 90 Hz അഡാപ്റ്റീവ് ഡിസ്പ്ലേ, 22.5 വാട്ടർ ഫാസ്റ്റ് ചാർജ് ഇൻ ദ ബോക്സ്, IP53 റേറ്റിംഗ്, അപ് ടു 16 GB വെർച്വൽ റാം അടക്കമുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 8256 GB വേരിയൻ്റ് ആണ്. പേസ്റ്റൽ ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കൊരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് എന്തായിരിക്കണം? അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് വരുന്നത്. നല്ല പവർഫുൾ ചിപ്പാണ്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അൺബോക്സിങ് ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്ന ഡിവൈസാണ്. അപ്പോൾ ബ്ലൂ കളർ നമുക്ക് കാണാം. പിന്നെ റെഡ്മി ബൈ ഷോമി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കേസാണ്, ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. അതേപോലെ തന്നെ ഒരു കേസാണ്. ഇതിനകത്ത് മാനുവലാണ് വരുന്നത്. ഇതുണ്ടല്ലേ, ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ സാർ വാല്യൂ ഇതിനകത്ത് ഉണ്ടാവും. 0.867 0.687 എന്താ പറയുക സാർ വാല്യൂ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അല്ലേ, നല്ലൊരു കേസാണ്, ഒരു മാറ്റ് ഫിനിഷ് കേസാണ്. ഇവിടെ ക്യാമറയ്ക്കുള്ള കട്ട് കാണാം. അപ്പോൾ മാറ്റ് ഫിനിഷ് കേസാണ്, നല്ലൊരു കേസായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ സ്റ്റാൻഡേർഡ് TPU കേസാണ്, വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല, എങ്കിലും സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ 22.5 അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് ഇൻ ദ ബോക്സ്. അതേപോലെ ഇതിനകത്ത് നമുക്ക് USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. Type A to Type-C ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് വരാം.
അപ്പോൾ ഇതാണ് റെഡ്മി 12 5G. ആ ഡിസൈൻ കണ്ടില്ലേ, വളരെ മനോഹരമായൊരു ഡിസൈൻ. ആ ഇൻഹാൻഡ് ഫീൽ വളരെ പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നമ്മൾ ആ റെഡ്മി 12 4G കണ്ട പോലെ തന്നെ ക്യാമറ റിംഗ് കാണാം, അതേപോലെ ഒരു ഗ്ലോസി ഫിനിഷാണ് ഇവിടെ ബാക്ക് പാനലിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്ലാസ് മെറ്റീരിയലാണ് റെഡ്മി 5G എന്ന് എഴുതി കാണാം. നല്ലൊരു പ്രീമിയം ലുക്കിംഗ് ഡിവൈസ് ആട്ടോ, വളരെ പ്രീമിയം. ഇവിടെ നല്ലൊരു മാറ്റ് ഫിനിഷാണ്. മുകളിലൊരു 3.5mm ഓഡി ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, മൈക്രോഫോൺ കാണാം. പിന്നെ ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഡോട്ട് നോച്ചാണ്, അല്ലാണ്ട് വാട്ടർ ഡ്രോപ്പ് അല്ല. പക്ഷേ താഴത്തെ ബെസൽസ് കുറച്ചധികം ഉണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ഈ പ്രൈസ് സെഗ്മെന്റിൽ, നമുക്ക് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരുപാടൊന്നും മിനിമൽ ബെസൽസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. നല്ലൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ബാക്ക് പാനൽ വളരെ പ്രീമിയം ലുക്കിംഗ് ഡിവൈസാണ്. ഇതുണ്ടല്ലേ, ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. പിന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കേർവ്ഡ് ഡിസൈനാണ്. ഇൻഹാൻഡ് ഫീൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിതൊന്ന് വേഗം തന്നെ സെറ്റപ്പ് ചെയ്യാം. MIUI 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. Android 13 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വളരെ ക്വിക്കായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഡിസ്പ്ലേ. അപ്പോൾ ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ്, IPS LCD പാനലാണ്. പക്ഷേ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിലേക്ക് പോകാം. ഡിസ്പ്ലേ സെറ്റിങ്സ്, റിഫ്രഷ് റേറ്റ് ഡീഫോൾട്ട് ആണ്, നമുക്ക് കസ്റ്റം കൊടുക്കാം. 90 Hz അവൈലബിൾ ആണ്. അപ്പോൾ 90 Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് വരുന്നത്. അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. IPS LCD പാനലാണെങ്കിൽ പോലും നല്ല കളേഴ്സും നല്ല വിവിഡ് ആയ ഒരു പാനലാണ്. പിന്നെ ഈ സെഗ്മെന്റിൽ പൊതുവെ AMOLED 90 Hz ഒന്നും വരാറില്ല, കുറവാണ് ഡിവൈസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, ഡെഫിനറ്റ്ലി പറയാം. പ്രത്യേകിച്ച് മൂവി വാച്ചിങ്ങിനൊക്കെ പിന്നെ ഡോട്ട് നോച്ച് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ വാച്ചിങ്, പിന്നെ ലാർജ് ഡിസ്പ്ലേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ചിങ് മൂവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയും. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് MIUI 14 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ ഇവിടെ നമുക്ക് കാണാം, ഡീറ്റെയിൽ ഇൻഫർമേഷൻ. Android 13, 8GB റാം, 4GB എക്സ്പാൻഡബിൾ റാമാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി പാച്ച്, ജൂണിലെ സെക്യൂരിറ്റി പാച്ചാണ് വരുന്നത്. പിന്നെ ഞാൻ അപ്ഡേറ്റ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തില്ല, അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ സ്പെക്സ്. MIUI 14 ഗ്ലോബൽ വേർഷനാണ്. Redmi 12 5G 256GB വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. വേറെ വേരിയൻ്റ് ഉണ്ടോ എനിക്ക് ഇപ്പോൾ അറിയില്ല, മേ ബി അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് റെഗുലറായി കിട്ടുന്ന തീം സപ്പോർട്ട് ഉണ്ട്, ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഉണ്ട്. അഡീഷണൽ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, സ്ക്രീൻ റെക്കോർഡഡ്, 100 മോഡ്, ജസ്റ്റേഴ്സ്, മെമ്മറി എക്സ്റ്റൻഷൻ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പ് ഡ്രോവറിൽ നമുക്ക് എത്ര പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട് കൂടി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ബബിൾ ഷൂട്ടർ വേറെ ഏതോരുണ്ട്, ബ്ലോക്ക് പസിൽ, ക്രേസി ജ്യൂസർ, ഡസ്റ്റ് സെറ്റിൽ, ജുവൽ ബ്ലാസ്റ്റ്, പിന്നെ സ്നേക്ക്, സ്പോട്ടിഫൈ, വേൾഡ് ട്രിപ്പ്, ടൈൽ ഫൺ. അപ്പോൾ റിലേറ്റീവ്ലി കുറവാന്ന് പറയാം, കാരണം ഗെയിംസ് മാത്രമേ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ റിലേറ്റീവ്ലി കുറവാന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, തീരെ കുറവാന്ന് ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ ഫോണിൻ്റെ അൺബോക്സിങ്ങിലും പറയാറില്ല, ബ്ലോട്ട്വെയർസ് സ്റ്റഫ് ചെയ്യണത് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്യുന്ന കാര്യമാണ്. പ്രൈസ് കുറയ്ക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറയുമെങ്കിലും അത് പ്രൈസ് കുറയ്ക്കുന്നില്ല പല ബ്രാൻഡുകളും. ഒരുപാട് ബ്ലോട്ട്വെയർസ് ഫില്ല് ചെയ്തിട്ട് പ്രൈസ് അതേപോലെ എക്സ്പെൻസീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസിക് എക്സാമ്പിൾ ഞാൻ അടുത്ത് അൺബോക്സ് ചെയ്തൊരു ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിലും ബ്ലോട്ട്വെയർസ് ഉണ്ട്, കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്. അത് പ്രോബ്ലി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, എങ്കിലും അവൈലബിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാര്യം എല്ലാ ബ്രാൻഡ്സും ചെക്ക് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റാണ്. ബ്ലോട്ട്വെയർസ് സ്റ്റഫ് ചെയ്യണോണ്ട് വലിയ കാര്യമൊന്നും യൂസർക്ക്, വലിയൊരു യൂസ്ഫുൾനെസ് ഒന്നും യൂസർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ബ്ലോട്ട്വെയർസിന്. അപ്പോൾ എനിക്കൊന്ന് റിലേറ്റീവ്ലി കുറവാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പക്ഷേ എങ്കിലും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഇവിടെയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് സ്നാപ്ഡ്രാഗൺ, എന്താ പറയുക, ഏറ്റവും പവർഫുള്ളായ സ്നാപ്ഡ്രാഗണിൻ്റെ ബജറ്റ് ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ 4 Gen 2. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 4 Gen 1 ആയിരുന്നു ഇതിന് മുമ്പത്തെ ബജറ്റ് ചിപ്പ് വന്നിരുന്നത്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ഒരു 4 നാനോമീറ്ററിൽ ബജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ആദ്യത്തെ ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പവർഫുൾ എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. അതേപോലെ ബാറ്ററി എഫിഷ്യൻറ്റുമാണ്. 2.2 GHz ഓക്ടോകോർ പ്രോസസ്സറാണ്. അപ്പോൾ നമുക്കിത് ബെഞ്ച് മാർക്ക് സ്കോർ നോക്കാം. ഇതാണ് ആൻറ്റുടു ബെഞ്ച് മാർക്ക് സ്കോർ. വളരെ പവർഫുള്ളായ ഒരു ഡിവൈസാണ് ഡെഫിനറ്റ്ലി പറയാം. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും അല്ല പറയണത്, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഓപ്ഷനാണ്
ഇതിൻ്റെ പ്രോസസ്സർ. അപ്പോൾ 8 GB RAM വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എത്രത്തോളം ഗെയിമിങ്ങിനൊക്കെ അനുയോജ്യമാണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റില്ല, എങ്കിൽ നല്ലൊരു പെർഫോമൻസ് സ്കോർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് 50 MP ഡുവൽ ക്യാമറ സെറ്റപ്പാണ്, 50 MP ആണ്. പിന്നെ നമുക്കൊരു LED ഫ്ലാഷും കാണാം. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ നോക്കാം. അതുണ്ടല്ലേ, മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താലാണ് ഓപ്ഷൻ വരുന്നത്. ടൈമർ, ഗ്രിഡ് ലെൻസ്, HDR ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പോർട്രേറ്റ്, നൈറ്റ് മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പോർട്രേറ്റ് മോഡ്, പിന്നെ ആസ്പെക്ട് റേഷ്യോ, ഇതുണ്ടല്ലേ, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് കിട്ടുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ 720p 1080p 30 FPS മാത്രമേ സപ്പോർട്ടഡ് ഉള്ളൂ. പ്രോബ്ലി പ്രോസസ്സറിൻ്റെ ലിമിറ്റേഷൻ ആവാനാണ് ചാൻസ്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടി വരും. പോർട്രേറ്റ് ലെൻസാണ് വരുന്നത്. പിന്നെ സെക്കൻഡറി ക്യാമറ, മാക്രോം അൾട്രാ വൈഡും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൈമറി ക്യാമറ എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമുക്കിതിന് കാണാൻ പറ്റുള്ളൂ. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ 8 MP ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതെല്ലാം Redmi 12 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെക്കുറിച്ച്? എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബജറ്റ് ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറയെ അനലൈസ് ചെയ്തിട്ട് ഞാൻ വിശദമായി പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 4 നാനോമീറ്റർ പ്രോസസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഹൈലി ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 22.5 വാട്ട് അഡാപ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ 18 വാട്ട് ചാർജിങ്ങേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എങ്കിലും അത്യാവശ്യം നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതാണ്. പ്രീമിയം ബിൽഡാണ്. പിന്നെ നല്ലൊരു പവർഫുൾ പ്രോസസ്സറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ. Android 13 ഉണ്ട്, MIUI 14 ഉണ്ട്. പിന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഓവറോൾ നല്ലൊരു പാക്കേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസാണ് നമുക്കറിയാത്തത്. പ്രൈസ് എത്രത്തോളം ആവും നമുക്കറിയില്ല. August 1 ആണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസ് അതിൽ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു Redmi 12 5G ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിൻ്റെ പ്രൈസ് എന്തായിരിക്കണം? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.